ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിനൂസ് ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും ഫിനൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ഓണം സ്പെഷ്യലുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മലയാളികളുടെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് അവിയൽ. ഇത് പക്ഷേ പലരും പല നാടുകളിലും പല വിധത്തിലാണ് ഉണ്ടാക്കാറുള്ളത്. ചിലരിത് മാങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്, ചിലർ തൈര് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്, ചിലർ പുളി ചേർത്തിട്ടും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ഞങ്ങളുടെ മലബാർ ഭാഗത്തേക്കൊക്കെയുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ അവിയലിൻ്റെ കഷ്ണങ്ങളെടുത്ത് നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിലിട്ടൊന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയതാണിത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കഴുകി വെച്ചിരിക്കുന്ന വെള്ളം തന്നെ, അതിൽ കുറച്ച് വെള്ളം എന്തായാലും ഉണ്ടാവുമല്ലോ, ആ വെള്ളം തന്നെ മതി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിതിങ്ങനെ വേവിക്കുന്ന സമയത്ത് തന്നെ ഈ പച്ചക്കറിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു 10-20 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. ഇവിടെ ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് കൂടുതൽ എടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരഞ്ഞു പോവാതെ നോക്കണം, ചതച്ചാൽ മാത്രം മതി. ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി കുറച്ച് കരിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് തൈരാണ്. തൈര് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് ഇതൊന്ന് മിക്സാക്കുന്ന സമയത്ത് മെല്ലെ മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ്.